من لا نبي بعده وعلى آله وأصحابه أجمعين. وبعد اتقوا الله عباد الله ولا عقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി ഒരു കാര്യം അറിയിക്കുന്നു. അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങൾക്ക് അല്ലാഹു പാപങ്ങൾ പൊറുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദറജകൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഈ ഹദീസ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സാന്ദർഭികമായി ഒരു ഉണർത്തലാകും എന്നതുകൊണ്ടാണ്. അതിലാദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇസ്ബാഹുൽ വുളൂ അലൽ മകാരിഹ്. ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ ഇത്മാം, പൂർത്തിയാക്കുക. വുളൂവിനെ പൂർത്തിയാക്കുക അലൽ മകാരിഹ്, അതായത് പ്രയാസമുള്ള സമയത്ത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ തണുപ്പ്. തണുപ്പിൽ വുളൂ പൂർത്തിയായി എടുക്കുക. അതുപോലെ തന്നെ തണുപ്പല്ലാതെ നമ്മളുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, വേദനയോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും വുളൂ നല്ല രീതിയിൽ പൂർത്തിയായി എടുത്താൽ അത് മുഖേന നമ്മളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയും നമ്മളുടെ ദറജകൾ അല്ലാഹു ഉയർത്തുകയും ചെയ്യുമെന്ന്. ദറജ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ദറജയാണ്. ഇവിടെ പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ പൂർത്തിയല്ലാതെയുള്ള വുളൂ ഉണ്ട് എന്നർത്ഥം. അങ്ങനെയും വുളൂവുണ്ട്. വുളൂവിനും ഒട്ടുമിക്ക ഇസ്ലാമിലെ കർമ്മങ്ങൾക്കും 3 കാര്യങ്ങളുള്ളതായി നമുക്കറിയാം. 1 റുക്കിനാണ്, 2 വാജിബാത്തുകളാണ്, 3 സുന്നത്തുകൾ. റുക്കിൻ എന്ന് പറഞ്ഞാൽ സ്തംഭം. റുക്കിനില്ലാതെ ഒരു അമലുമില്ല. ഉദാഹരണമായി പറഞ്ഞാൽ നമസ്കാരത്തിലെ ഫാത്തിഹ, അത് റുക്കിനാണ്. ഫാത്തിഹ ഇല്ലാത്ത ഒരു നമസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിൽ നിന്നും ഒരു ഒഴിവായിട്ടുള്ളൊരു കാര്യം നമ്മൾ റുകൂഇൽ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ്. ഒരു ഇമാം റുകൂഇലായിരിക്കെ മാമൂം വന്ന് നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി റുകൂഇൽ പ്രവേശിക്കുമ്പോൾ മാത്രമല്ലാതെ അതല്ലാതെ മറ്റൊരു ഒഴിവും ഫാത്തിഹയ്ക്കില്ല. അതിൽ നിന്നും അയാൾക്ക് റക്അത്ത് ലഭിക്കുമെന്ന് നമുക്കറിയാം. അതല്ലാത്ത ഒരു ഒഴിവും ഫാത്തിഹയ്ക്കില്ല. ഫാത്തിഹ നമസ്കാരത്തിന്റെ റുക്കിനാണെന്നതുപോലെ ഫാത്തിഹ നഷ്ടപ്പെട്ടാൽ നമസ്കാരമില്ല എന്നതുപോലെ തന്നെ റുക്കിനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ വാജിബാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ വുളൂവിനൊന്നും സംഭവിക്കില്ല. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത്, അതുപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത്, പിന്നെ ഓരോ അവയവങ്ങളും 3 തവണ കഴുകുന്നതിന് പകരം 1 or 2 തവണ കഴുകുന്നത്. 3 തവണ കഴുകൽ സുന്നത്താണ്, 1 തവണ കഴുകൽ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്. ഇങ്ങനെ വുളൂവിന് പല അവസ്ഥകളുണ്ട്. എന്നാൽ ഇതെല്ലാം പൂർത്തിയാക്കി കൃത്യമായി ഓരോ അവയവങ്ങളിലും വെള്ളം എത്തുകയും അവിടെയെല്ലാം കൃത്യമായി 3 തവണ കഴുകേണ്ടടുത്ത് 3 തവണ കഴുകുകയും അങ്ങനെ കൃത്യമായി പൂർണ്ണമായും ചെയ്താൽ ഈ നമുക്ക് പ്രയാസമുള്ള സമയത്തും നമ്മളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയും ദറജകൾ ഉയർത്തുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് കൂടുതൽ കാലടികൾ അധികരിപ്പിക്കലും ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കലും. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇശായെ കാത്തിരിക്കാം. മറ്റ് ജോലികളൊന്നും ഇല്ലെങ്കിൽ അസ്ർ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ തന്നെ മഗ്‌രിബ് നമസ്കാരത്തെ കാത്തിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത് തന്നെയാണ് റിബാത്ത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കെട്ടിക്കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സജ്ജരായിരിക്കുന്നതിനെ റിബാത്ത്, അത് യുദ്ധവേളകളിലാണ് ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. അതിനെ തന്നെ ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിക്കുന്നതായി കാണാം. അപ്പോൾ ഇവിടെ സാന്ദർഭികമായി നമുക്കിന്ന് പ്രയാസപ്പെടുന്ന ഈ സമയത്ത് വുളൂവിനും അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരാനും എല്ലാം പ്രയാസമായി തോന്നുന്ന സമയത്ത് വളരെ ഭംഗിയായി അതിനെ നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ അടുത്ത് നമുക്ക് വലിയ ദറജയും നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കഴിവതും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.